പണ്ട് ഞാൻ കലപില സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ. മറ്റുള്ളവർ എന്ത് നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നു ഒന്നുപോലും ചിന്തിക്കില്ല. എന്തൊക്കെയോ ഞാനിങ്ങനെ വളവളാ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം എന്തായാലും 2025 അവസാനിക്കാറായല്ലോ. അപ്പോൾ പല ഓർമ്മകളാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനങ്ങനെ ഓപ്പണായിട്ടൊന്നും ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. ഒന്ന് ആലോചിക്കും ഇവരോട് ഇത് പറയണോ വേണ്ടോ എന്നുള്ളത്. എന്ത് കാര്യമാണെങ്കിലും അതെവിടെ പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്നുള്ളൊരു ബോധം നമുക്ക് വേണ്ടത് നല്ലതാട്ടോ. ബാക്കി മുന്നത്തെ ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം 2023, 24, 25 ആയപ്പോഴേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. എല്ലാവരുടെ അടുത്തും ഞാൻ എൻ്റെ ഇമോഷൻസും ഫീലിങ്സും ഒന്നും കൊടുക്കാറില്ല കേട്ടോ. ചില പർട്ടിക്കുലർ വ്യക്തികളുടെ അടുത്താണ് ഞാൻ അതൊക്കെ കൂടുതൽ കാണിക്കാറ്. നമുക്ക് ഓക്കെ അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് വെറുതെ നമ്മളുടെ ഇമോഷൻസ് ഷെയർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ വാല്യൂ ആണ് അവിടെ കുറഞ്ഞു പോകുന്നത്. എന്ത് പറയുമ്പോഴും ഒന്നും ഓർക്കുക, നമ്മളിപ്പോൾ പറയുന്ന ഒരാൾ ചിലപ്പോൾ അയാളും നമ്മളും റിലേറ്റ് ചെയ്ത് മറ്റു പല ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ ആ കേൾക്കുന്ന വ്യക്തി മറ്റു പല ആൾക്കാരെടുത്തും ഇതൊക്കെ പല രീതിയിലായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നിട്ട് അത് ഊതി വീർപ്പിച്ച് വലിയൊരു സംഭവമായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയേണ്ട സമയത്ത് നമുക്ക് പ്രിയപ്പെട്ടവരോട് മാത്രം പറയുക.